സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മള് മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അത് വേണോ? നമുക്ക് അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ ചേട്ടാ? ചിരി കണ്ടാൽ എനിക്കറിയാം. പൊതുവെ നമ്മുടെ ഒരു സ്വഭാവം എന്താ? പൊതുവെ നമ്മുടെ ഒരു സ്വഭാവം ഞാൻ ചോദിക്കട്ടെ, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാനാണോ കരയുന്നവരോടുകൂടെ കരയാനാണോ എളുപ്പം? സത്യം പറയണം. ആലോചിച്ച് മണ്ടത്തരം പറഞ്ഞാൽ മതി, സമയമുണ്ട്. ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാനാണോ കരയുന്നവരോടുകൂടെ കരയാനാണോ എളുപ്പം? പറ. ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം. ആ ചേട്ടൻ കണ്ണ് തിരുമ്മി ഇപ്പോഴേ എഴുന്നേറ്റത് കേട്ടോ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാനാണോ കരയുന്നവരോടുകൂടെ കരയാനാണോ എളുപ്പം? പറ, കേൾക്കട്ടെ. കരയുന്നവരോടുകൂടെ കരയാനാണ് എളുപ്പം. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ അത്ര എളുപ്പമല്ല. ഉദാഹരണം നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആൾ ഒരു കാറ് വാങ്ങി. എന്ത് വാങ്ങി? കാറ്. സന്തോഷം. നമ്മളെ വിളിച്ചു, ദാ വാ കാറ് കാണും, ഞങ്ങൾ പുതിയ കാറ് വാങ്ങി. നമുക്ക് കാറില്ല. നമ്മൾ അവിടെ ചെല്ലുന്നു, അവരുടെ കാറ് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ സന്തോഷം. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ്? സത്യം പറയണം. ദൈവമേ, എൻ്റെ അയൽവാസിക്ക് ഒരു കാർ വാങ്ങാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ആണോ? നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി കൊള്ളാം കേട്ടാ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ എന്നതാ? അവൻ്റെ അഹങ്കാരം. നിങ്ങളുടെ അയൽവാസി ഒരു നല്ല വീട് വെച്ചു, വെഞ്ചരിപ്പിന് ചെന്നു, വീട്ടിലെ മുറികളൊക്കെ കയറി നടന്ന് കണ്ടു, കുടുംബത്തോടൊക്കെ പറഞ്ഞു നന്നായിരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോഴും ഉള്ളിൽ എന്നതാ? നോക്കി പീഡിപ്പിക്കണോ? സത്യം പറയട്ടെ, ഉള്ളിൽ എന്നതാ? അതെന്ന് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു മാനുഷിക സ്വഭാവമുണ്ട്. ആഡമിക് നേച്ചർ എന്ന് പറയും. ആദത്തിൻ്റെ സ്വഭാവം പണ്ട് തൊട്ടുള്ളതാ. എന്നതാ? മറ്റുള്ളവരങ്ങോട്ട് സന്തോഷിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. സത്യമായ കാര്യമല്ലേ? മറ്റുള്ളവർ സന്തോഷിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ലെന്ന്. അതൊരു മാനുഷിക സ്വഭാവമാണ്. വിഷമിക്കണ്ട. അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, വിഷമിക്കണ്ട. ഇത് മാനുഷിക സ്വഭാവമാണ്. മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. ഏത് കാര്യവും ചിന്തിച്ചോളൂ. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷകരമായ കാര്യമെന്ന് പറയുമ്പോൾ അത് സന്തോഷം പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മാനുഷികമായ വാസന എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് വലിയൊരു ഭാരം നമ്മൾ തന്നെ അനുഭവിക്കും. നമ്മുടെ ഉള്ളിൽ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല. ഈ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ പടങ്ങളൊക്കെ കാണുമ്പോൾ താഴത്തെ കമൻ്റൊക്കെ വരത്തില്ലേ? അല്ലേ? എന്ത് വലിയ കമൻ്റാ, കൺഗ്രാജുലേഷൻസ്, സൂപ്പർ ഡൂപ്പർ എന്നൊക്കെ പറയും. പക്ഷെ എഴുതുന്നവൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചിത്രം പോലും പോസ്റ്റ് ചെയ്യല. കാരണം എന്താ? സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. മാനുഷിക സ്വഭാവം എന്ന് പറയുന്നത് എന്താ? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമ്മൾ ചെറിയൊരു ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. കൂടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ചെറിയൊരു ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെയാണ് പത്രോസ്ലീഹ ഒരു കാര്യം പറയുക. നിനക്ക് അനുഗ്രഹം വേണോ? ഫസ്റ്റ് സ്റ്റേജ് എന്നതാ? നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം എടുത്ത് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 2 ഒന്ന് തുറന്ന് വായിച്ച്. നല്ല വചനമാണ്. നമ്മുടെ അബ്രാഹത്തെ കുറിച്ചാണ്. വായിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അബ്രാഹത്തോട് പറഞ്ഞ കാര്യം, അബ്രാഹമേ നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം സ്വന്തമാക്കുവാൻ, പിന്നീട് ഈ അനുഗ്രഹം മറ്റുള്ളവർക്കൊരു ജനതയാക്കപ്പെടാൻ മാത്രം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നീ വളരണം. നിനക്ക് അനുഗ്രഹം സ്വന്തമാക്കണമോ അനുഗ്രഹം അനുഭവിക്കണമോ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. നമുക്ക് അനുഗ്രഹം വേണോ? പറ. വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. കാരണം അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വിത്താണ്. ഒരു വിത്താണ്. ആ വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് തഴച്ചു വളർന്ന് അത് ഫലം ചൂടും. നീ കൊടുത്താൽ അത് നിനക്ക് കിട്ടും. വിതയ്ക്കുന്നത് നീ കൊയ്യും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിതയ്ക്കുന്നത് നീ കൊയ്യും. പറഞ്ഞേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിളിലുള്ളതാ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് തുറന്നേ. 6-ാം അധ്യായം 7-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 7. 6-ാം അധ്യായം 7-ാം തിരുവചനം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദേ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുക, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയാ. അനുഗ്രഹം ഒരു വിത്താണ്. ആ വിത്ത് നീ ശ്രദ്ധിക്കണം. നീ വിതച്ചാൽ നീ ആ വിത്ത് കൊയ്യാൻ തുടങ്ങും. കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. 9:6. സെന്റ് പോൾസ് ലെറ്റർ ടു കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 6. സത്യം ഇതാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. അല്പം മാത്രം കൊയ്യും. കണ്ടോ? സത്യം ഇതാണ്. എന്റെ കൂടെ പറഞ്ഞ സത്യം ഇതാണ്. വാതർന്ന് പറ. സത്യം ഇതാണ്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കണ്ടിട്ട് എടാ മോനെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? പറ. പറയുന്ന ഞാൻ രക്ഷപ്പെടും. എടാ നീ ഗതി പിടിക്കുകയില്ല എന്നൊരാളോട് പറഞ്ഞാൽ പറ. പറയുന്ന ഞാൻ ഗതി പിടിക്കുകയില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അതായത് നമ്മളിതൊരു വിത്താണ്. ഈ വിത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മളിത് കൊടുക്കണം. നമ്മൾ എന്ത് വിത്ത് വിതയ്ക്കുന്നോ അതനുസരിച്ച് നമുക്ക് ഫലം കൊയ്യാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നീ നന്നാവും. കൊള്ളാം. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നന്നാവും. നീ മിടുക്കനാവും, നീ നന്നാവും, നീ ഐശ്വര്യം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ സംഭവിക്കും. അത് വ്യക്തി ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സംഭാഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണേ. ഇടയ്ക്കൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളില്ലേ? നീ ഗതി പിടിക്കുകയല്ലടാ, നീ എന്ത് ചെയ്താലും ഗതി പിടിക്കുകയല്ലടാ. കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഒരു ദിവസം ധ്യാനിക്കാനൊന്നും വന്നതല്ല, ഒരു വൈകുന്നേരം ഇവിടെ വന്ന് കുത്തിയിരിക്കുക അപ്പുറത്ത് ആ മാതാവിൻ്റെ ആ ഗ്രോട്ടയുടെ സൈഡിലോട്ട്. അപ്പോൾ അവൻ അവിടെ കുത്തിയിരുന്നുകൊണ്ട് അവൻ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ഇരിപ്പ് കണ്ടിട്ടപ്പോൾ പന്തുകേട് തോന്നി. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് എന്താ പറ്റിയടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ചോദിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇവൻ്റെ അപ്പൻ എപ്പോഴും ഇവനോട് പറയുന്ന കാര്യം നീ ഗതി പിടിക്കുകയല്ല. അപ്പം ഇവൻ അരിശം വന്നിട്ട് വീട്ടിൽ നിന്ന് ഇവനൊരു ബൈക്കുണ്ട്. ആ ബൈക്കുമായിട്ട് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് നോക്കിയിട്ട് ആകപ്പാടെ പെട്ടെന്ന് അവൻ്റെ തലയ്ക്കകത്ത് പരിശുദ്ധാത്മാവോട് ചിന്തയായിരിക്കും, പോട്ടയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അവിടെ ഒരു കല്ലയെ കുത്തി ഇരിക്കുക. അച്ഛാ ഞാൻ ഗതി പിടിക്കുകയല്ല അച്ഛാ. ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞു? എൻ്റെ അപ്പൻ 24 മണിക്കൂറും പറയുന്നതാണ് നീ ഗതി പിടിക്കുകയല്ല. അച്ഛാ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ. ഞാൻ ഗതി പിടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ വീടും ഗതി പിടിച്ചിട്ടില്ല. കാരണം എന്താ? കുടുംബനാഥൻ വായിൽ നിന്ന് വീഴുന്ന വാക്കെന്താ? നീ മകനോട് പറയുന്നു ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വീട് ഗതി പിടിക്കുവോ? പറയട്ടാ, പിടിക്കുവോ? പിടിക്കത്തില്ലെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയേണ്ടത് എന്താ? അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൊടുക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ തന്നെ പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പുറത്തെ വീട്ടുകാരൻ്റെ മകൻ നന്നായിട്ട് പഠിച്ച് റാങ്ക് മേടിച്ചു, എൻ്റെ മകൻ അത്രയും പഠിച്ച് റാങ്ക് ഒന്നും മേടിച്ചിട്ടില്ല. ഉടനെ തന്നെ നീ അവനെ കണ്ടുപിടിക്കണം അല്ലേ? നീ അവനെ കണ്ടുപിടിക്കും, നീ ഇങ്ങനെ നടന്നോ, നീ ഗതി പിടിക്കുകയല്ല. അങ്ങനെ പറയരുത്. നമ്മുടെ മകനല്ലേ, നമ്മുടെ മകളല്ലേ, അനുഗ്രഹിക്കണം. നമ്മൾ വായിൽ നിന്ന് വീഴുന്ന വാക്ക് ഇതൊരു വിത്താണ്. ആ വീട്ടിൽ ആ വിത്ത് പൊട്ടിമുളയ്ക്കും. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനയുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്. വീട്ടിലെ കുടുംബ പ്രാർത്ഥന വേണ്ട. എന്തിനാ പറയുന്നത്? വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരു വിത്താണ്. ആ വിത്ത് ഇങ്ങനെ പൊട്ടിമുളയ്ക്കും, അനുഗ്രഹം ഇങ്ങനെ പൊട്ടിമുളയ്ക്കും. അത് കൊയ്യാൻ കിട്ടും.
പ്രാർത്ഥനയില്ലെങ്കിൽ വീട്ടിൽ 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കാണെങ്കിൽ അത് മാത്രമേ വീട്ടിൽ റിസൾട്ടായിട്ടുള്ളൂ. സ്വർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ പ്രാർത്ഥന ബൈബിളിലുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇത് കേട്ടോണേ, മാതാപിതാക്കൾക്കൊക്കെ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ പ്രാർത്ഥന. അത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. ഒന്ന് തുറന്നേ, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം. നല്ല വചനമാണ്. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 6. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വചനം നമ്മളത് വായിക്കാൻ പോവാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെയെങ്കിലും അനുഗ്രഹിക്കാൻ, അപ്പം അനുഗ്രഹിക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊരു വിഷമമുണ്ടെങ്കിൽ നമ്മളോട് സംഖ്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വചനം അത് വായിക്കാം, അത് കേൾക്കണേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് അതിൻ്റെ 24-ാം തിരുവചനം, 24, 25, 26, 27 കേട്ടോ. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സ് 24, 25, 26, 27. ഇതൊരു പേപ്പറിൽ എഴുതി നമ്മുടെ വീട്ടിൽ ആ പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ ഒട്ടിച്ചു വെച്ചാൽ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ വീട്ടിൽ മക്കളെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ പറ്റും. ഭാര്യ ഭർത്താവിന് പരസ്പരം അനുഗ്രഹിക്കാൻ പറ്റും. വെറുതെ ഈ പ്രാർത്ഥന ചൊല്ലണം. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്. നിങ്ങൾ എവിടെയെങ്കിലും കടന്നു ചെന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഈ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലാലോ. നല്ല പ്രാർത്ഥനയാണ് കേട്ടോ, നല്ല സൂപ്പർ പ്രാർത്ഥനയാണ്. അതായത് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അനുഗ്രഹിക്കാൻ പോവുക. തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് ഈ പ്രാർത്ഥന ഒച്ചത്തിൽ ചൊല്ലണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന വലിയൊരു അനുഗ്രഹ ശുശ്രൂഷയാണ്. അതായത് നമ്മൾ കുടുംബത്തിൽ അനുഗ്രഹം കൊടുക്കണം. അത് കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിത വഴികളിലൊക്കെ നമ്മൾ അനുഗ്രഹിക്കണം. നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണമെന്നതിൻ്റെ അർത്ഥം. നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനം, മാത്യു ചാപ്റ്റർ 12, 12-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനത്തിൽ മത്തായി സുവിശേഷകൻ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുവേ. ഇതൊന്ന് കേട്ടോണം. 12-ാം അധ്യായം 36-ാം തിരുവചനം വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. കണ്ടോ? നമ്മൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മൾ മകനോട് പറയുകയാണ് നീ നന്നായിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് സൂക്ഷിക്കണമെന്ന്. വാക്ക് സൂക്ഷിക്കണം. മകളോട് പറയുകയാണ് നീ ഗതി പിടിക്കുകയല്ല. നീ അവരോട് പറയുന്നു, അയൽവാസിയോട് പറയുന്നു, ജോലി സ്ഥലത്ത് പറയുന്നു, കൂട്ടുകാരോട്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞൊന്ന് ഓർമ്മപ്പെടുത്തിക്കേ. നീ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം. നീ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം. മത്തായി സുവിശേഷകൻ പറയുവാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും
വിധി ദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഒരു വചനം കൂടെയുണ്ട്, 37, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ എന്ന് ശ്രദ്ധിക്കണം. കാരണം അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രായോഗിക പരിശീലനത്തിൻ്റെ വഴിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കണം. ഇനിയിപ്പോൾ ചിലർ പറയും, എൻ്റെ അച്ഛാ അതെൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ എന്നും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ വിചാരിക്കാറുണ്ട്. പോരാ, ഉള്ളിൽ കൊണ്ടു നടന്നാൽ പോരാ, അത് നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ പോരെന്ന്, മറിച്ച് നമ്മളത് പറയണം, വായിൽ നിന്നത് വീഴണം. പ്രൈസ് ദി ലോർഡ്. നമ്മളത് പറയണം, നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കണം. ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 38, 38-ാം തിരുവചനം. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഹല്ലേലൂയാ. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിനെ അനുഗ്രഹമാക്കി മാറ്റുക. ഓരോ കുഞ്ഞു കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റുക. കൊടുത്തെങ്കിലേ ഈ അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൊടുക്കണം. ഇപ്പം നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് വന്ന് നമ്മുടെ നെഞ്ചത്തോട്ട് ഇടിക്കാൻ വരുന്നു. നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന ഭാഷയിൽ ചീത്ത പറയാൻ തുടങ്ങും, നമ്മളറിയാവുന്ന ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുവാണ്, നമ്മൾ സൂക്ഷിക്കണം. നമ്മളത് മാനുഷിക സ്വഭാവത്തിൻ്റെതാണ് കാണിക്കുന്നത്. ഏത്? ആഡമിക് നേച്ചർ. തിരിച്ച് നിന്ദനത്തിന് നിന്ദനം കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് വാഹനങ്ങളിലൊക്കെ പോകുന്നവര്, വാഹനം ഓടിക്കുന്നവർക്കൊക്കെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അരിശം, ദേഷ്യം, അവനെ ശരിയാക്കണം, ഇവനെ ശരിയാക്കണം, ആ വണ്ടിക്കിട്ട് പറഞ്ഞ് ഇടി കൊടുക്കണം തോന്നും. പക്ഷേ അത് മാനുഷിക സ്വഭാവം. ഉള്ളിൽ വരുന്ന മാനുഷിക സ്വഭാവത്തെ ദൈവിക സ്വഭാവം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ മാനുഷിക സ്വഭാവത്തിന്റെ മേലുള്ള ഒരു ആധിപത്യമായി, ദൈവിക സ്വരമായി നമ്മൾ സ്വീകരിച്ച് പ്രായോഗിക പരിശീലനം നേടണം. ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. തിക്കും തിരക്കും കണ്ടിട്ടുണ്ടോ? ഇല്ലേ? തിക്കും തിരക്കും. അയ്യോ, ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് പാത്രം എടുക്കുമ്പം തൊട്ട് അങ്ങോട്ട് പോകുമ്പോൾ തൊട്ടുള്ള ബഹളം എന്താണ്? അവരിടിച്ചു മാറ്റുന്നു, ഇവനിടിച്ചു മാറ്റുന്നു, ആ പാത്രം എടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. എൻ്റെ ദൈവമേ, അല്ലേ? ഇതിൽ വല്ല അനുഗ്രഹം ഉണ്ടോ? എവിടെ? അവനെ ഇടിച്ച് ഉരുട്ടിയിട്ടിട്ട് അവനെ ചവിട്ടി. അതല്ലല്ലോ വേണ്ടത്. അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ ആദ്യം കൊടുക്കണം. ഓരോരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. ഓരോരോ കാര്യങ്ങളിലും ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മലയാള സിനിമയിലെ അതുല്യതാരം സലിംകുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ മരിച്ചപ്പോൾ ആ ശവസംസ്കാര സമയത്ത് സംഭവിച്ച കാര്യം കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും കൂടെ ഇങ്ങനെ ചെന്ന് എടുക്കാൻ നിൽക്കുവാണ്. അവിടെ നടക്കുന്ന ദുഃഖം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടും അവിടെ നടക്കുന്ന ഓരോരുത്തരുടെയും പ്രകടനങ്ങൾ, അപ്പോൾ ആ വീട്ടുകാരുടെ പ്രശ്നം, അവിടെ നടക്കുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും, എല്ലാവർക്കും അവരവരുടെ കാര്യം. ഇവിടെ എവിടെ അനുഗ്രഹമുള്ളത്? മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന്, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. മറ്റുള്ളവരെ അനുഗ്രഹിച്ചെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇഷ്ടം പോലെ ചാനലുകളില്ലേ? ഇഷ്ടം പോലെ ഓരോരുത്തരും രാവിലെ ഇരുന്നുകൊണ്ട് ന്യൂസ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം ആയിട്ടുള്ളൂ, ഒരു ഓൺലൈൻ വാർത്താ ചാനൽ 4 വർഷം മുമ്പ് നടന്ന ഒരു വൈദികന്റെ കേസ്, ഈ ചാലക്കുടി നടന്ന കേസാണ്. അവര് ഫ്രഷ് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിന്റെ റീചാർജ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുക.
ഇതറിഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്നു, ഇതെവിടെ ഈ വാർത്ത നടന്നത്? ചാലക്കുടിയിൽ ഇന്നൊരു വൈദികൻ 4 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ, അത് കഴിഞ്ഞു പോയി ആ സംഭവത്തെ ഈ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഇന്ന് എല്ലാവർക്കും വേണ്ടത് എന്നതാ? റീച്ച് കിട്ടാൻ എന്തും ചെയ്യും. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ലെവലേശം ചിന്തയില്ല, എൻ്റെ കണ്ടന്റ് വർദ്ധിപ്പിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇത് മാത്രം ചിന്തിക്കുന്ന ഈ സംസ്കാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹം നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയുള്ളൂ. വലതുകര ഉയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ഇങ്ങനെ അനുഗ്രഹിക്കുന്നതിലൂടെ നമുക്കുണ്ടല്ലോ നമ്മുടെ ആഡമിക് നേച്ചറിനെ, മാനുഷിക സ്വഭാവത്തെ മാറ്റാമെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവമക്കളുടെ സ്വഭാവം വന്നു തീരും. നമ്മുടെ ഉള്ളിൽ ദൈവമക്കൾ, നമ്മൾ ആരാവും? ദൈവത്തിൻ്റെ മക്കൾ, ദൈവ സ്വഭാവം നിറയുന്നവരായി മാറും. ഒന്ന് വായിച്ചേ, അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 54-ഉം 55-ഉം തുറന്നേ. മത്തായിയുടെ സുവിശേഷം, മാത്യു ചാപ്റ്റർ 5, 5-ാം അധ്യായം അതിൻ്റെ 54 വായിച്ചാലോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അടുത്ത വചനം ശ്രദ്ധിച്ചേ. അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. കണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ മാനുഷിക സ്വഭാവത്തെ മാറ്റുന്നതിനുള്ള വഴിയാ പറയണം. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും, നമ്മൾ ദൈവ മക്കളായി മാറും. ഹല്ലേലൂയാ, നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ സ്വഭാവം, ഡിവൈൻ നേച്ചർ വെളിപ്പെടാൻ തുടങ്ങും. ഇത് തന്നെയല്ലേ നമ്മുടെ മുമ്പിൽ ലൂക്കാസ് വിശേഷകൻ 6-ാം അധ്യായം അതിന്റെ 35-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിച്ചത്? സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 35. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നിരിക്കുകയാണ്. അനുഗ്രഹം വേണോ? അനുഗ്രഹം വേണമെങ്കിൽ നീ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതനുസരിച്ച് നിനക്കിത് വളർന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അനുഗ്രഹം വളർന്നുകൊണ്ടിരിക്കും. സത്യം പറ ഹല്ലേലൂയാ.